ആദ്യമായിട്ട് ഈ DTS ഡോൾബി ഒക്കെ വന്നിട്ട് ജുറാസിക് പാർക്ക് എന്ന് പറഞ്ഞ സിനിമ വന്നു. അപ്പോൾ നമ്മളൊക്കെ കാണാൻ പോയി. ഞാനൊക്കെ കാണാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് അത്ര സിനിമയൊന്നും കാണാത്ത ഒരാളുണ്ട്. പുള്ളി അത് കണ്ടിട്ട് വന്നൊരു ഇച്ചിരി വല്യപ്പനായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ തിരിച്ചു വന്നിട്ട് പുള്ളി ഇങ്ങനെ ആ സിനിമ കണ്ടതിനെ പറ്റി പുള്ളി സഹവല്യപ്പന്മാരോട് തള്ളിക്കൊണ്ടിരിക്കുക. പുള്ളി ഒരു ഇംഗ്ലീഷ് പടം കണ്ടതിൻ്റെ കാര്യമൊക്കെ തള്ളിക്കൊണ്ടിരുമ്പോൾ ഞാൻ അവിടെ ചെന്നു. ഈ പുള്ളി പറഞ്ഞു, അതെ പടം ഭയങ്കര പടമാണ്, പക്ഷേ നഷ്ടം വരും, അതിൻ്റെ കാശ് മുടക്കിയവന് കാശ് കിട്ടുകയില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്ത് കേട്ടേ പറയുന്നത്, ജുറാസിക് പാർക്ക് ലോകം മുഴുവൻ ഓടി ഇത്രയും രൂപ ഉണ്ടാക്കിയ ഒരു പടമായിട്ട് അതിന് നഷ്ടം? മനെ, സിനിമയുടെ ചിലവ് എവിടെ കിടക്കുന്നതെന്ന് നിനക്കറിയാൻ പാടില്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഇതുപോലൊരാൾക്ക് സിനിമയുടെ കോസ്റ്റ്, ഗ്രാഫിക്സിനെ പറ്റിയൊക്കെ ഇയാൾക്ക് അറിയാമോ? എന്നാലും ഞാൻ പറഞ്ഞു, എന്താണ് അതിന് ചിലവ്? നീ അതിലെ ആ ജീവികളെയൊക്കെ കണ്ടോ, ദിനോസറിനെയൊക്കെ കണ്ടോ? ആ അതാ ചിലവ്. ഞാൻ പിന്നെ ഓർത്തപ്പം ഗ്രാഫിക്സ് തന്നെ, അതാണ് പുള്ളി ഉറപ്പായിട്ട് പറയുന്നത്. ചോദിച്ചു, ചേട്ടൻ ചിലവ് എന്താന്ന് പറ. ആ പടത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്, ആ ജീവിക്ക് ഒരെണ്ണത്തിന് ഒരു നേരം ഒരു പശുവിനെയാണ് കൊടുക്കുന്നത്. ഇത്രയും ജീവിക്കൂടെ എന്തോരം പശുവിനെ കൊടുക്കണമെന്നറിയാവോ? കെട്ടിയിറക്കി കറവയുള്ള പശുവിനെ കൊടുക്കണം. അവസാനമൊക്കെ എന്തോരം ജീവിയാവൻ, ഒരു 100-150 പശു പെർ ഡേ ചിലവുണ്ടെന്ന് ജുറാസിക് പാർക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതിന് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട്.